Hi friends, welcome to Hanna's Recipes. ഇന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ചൂടായ പാനിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് പിന്നെ ഞാൻ ഒരു 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ ഉപ്പുമാവിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഇത് രണ്ടും ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ടൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും അതുപോലെ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലോട്ട് ഞാനൊരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു വറ്റൽമുളക് ഒന്ന് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒരു പകുതി മാത്രം മതിയായിരിക്കും, അത് ചെറുതായിട്ട് അരിഞ്ഞാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി അതിൽ ചേർക്കാൻ മറക്കരുത്. ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാത്തവരാരും തന്നെ ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു 2 ടേബിൾ സ്പൂണോളേ ഉള്ളൂ. അതുപോലെ ക്യാരറ്റ് മാത്രമല്ല, ബീൻസും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർത്താൽ ഇത് ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് വരും. ഈ ക്യാരറ്റ് അധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് വെന്ത് കിട്ടും. പിന്നെ ഇതിലോട്ട് ഞാൻ ഇനി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒരു 2.25 കപ്പ് തിളച്ച വെള്ളമാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പം തന്നെ വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 1 കപ്പ് റവയ്ക്കുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് ഞാൻ 2.25 കപ്പ് വെള്ളം. ഞാൻ അല്പം അയഞ്ഞ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ് വേണമെന്നുള്ളവർക്ക് ഒരു 2 കപ്പ് വെള്ളം മാത്രം മതിയാകും. ഇനി ഇതിലോട്ട് റവയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ വറുത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വറുക്കാത്ത റവയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വറുത്ത് മാത്രമേ ചേർക്കാവുള്ളൂ. തീ കുറച്ച് വെച്ചിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പം വെള്ളമെല്ലാം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചിലരൊക്കെ അതിൽ തേങ്ങ ചിരകിയത് ചേർക്കാറുണ്ട്. 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ഇതിൽ ഇട്ടാലും നല്ല ടേസ്റ്റാണ് ഉപ്പുമാവിന്. ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് തുറന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പുമാവൊക്കെ വെന്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം നല്ല തിളച്ചത് അതിലോട്ട് ഒഴിക്കുവാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ ഒരു 5 മിനിറ്റ് മാത്രം മതി. ഇനി ഗ്യാസ് ഓഫ് ആക്കുവാണ്. ഇതിപ്പോൾ ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.